ഹായ് ഹലോ, നമ്മളിന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വളരെ സിമ്പിളായിട്ട് 3 മെത്തേഡ് കൂടെ വീട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഒരു മെത്തേഡിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നിങ്ങൾ ആവശ്യത്തിന് ആഡ് ചെയ്യുക. അതിലേക്ക് നമുക്ക് പിന്നെ ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറാണ്. അതുപോലെ തന്നെ ഷുഗറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ കഴിയും കേട്ടോ. അതിനുശേഷം നമുക്ക് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേനോ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി വെച്ചിട്ട് ആ ബാറ്റർ ഒന്ന് കട്ടിയാക്കിയിട്ട് എടുക്കുക. അത്യാവശ്യം ഒരു കട്ടിയായിട്ട് വേണം നമുക്കത് സ്ക്രബ് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലൂസായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സ്ക്രബിങ് കറക്റ്റായിട്ട് റെഡി ആവില്ല. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ അരിപ്പൊടി ആഡ് ചെയ്തിട്ട് അതൊന്നും കൂടി കട്ടിയാക്കി എടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം ഇതാണ് നമുക്ക് നോസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക. സ്റ്റീം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോൾസ് ഒക്കെ ഓപ്പൺ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സ്ക്രബ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഓപ്പൺ പോൾസ് കൂടെ ഇറങ്ങി ചെല്ലാനും അത് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തെടുക്കാനും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പൊള്ളുന്ന രീതിയിലൊന്നും ചെയ്യരുത്. അത്യാവശ്യം കുറച്ചൊരു ചൂട് തട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ നമ്മളെ നോസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും മുകളിലേക്കുള്ള ഒരു ഡയറക്ഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കരുത്. റൊട്ടേറ്റ് ചെയ്യാനനുസരിച്ച് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മൾ ആ ഒരു 2 എഡ്ജിന്റെ ഭാഗത്താണ് കൂടുതലായിട്ട് ഒരു ബ്ലാക്ക് കളറിൽ നിൽക്കുക. അവിടെയൊക്കെ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഹാർഡായിട്ട് റബ്ബ് ചെയ്യേണ്ട. ഈ ഒരു അരിപ്പൊടിയും പഞ്ചസാരയും ഉള്ളതിനെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമുക്കൊരു മെത്തേഡ് വരുന്നത്. ഇനി 2 എണ്ണം നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നത് വെച്ചാൽ അത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെ നോക്കിയെടുത്ത് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബിലേക്ക് വേണ്ടത് ആദ്യം കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് മഞ്ഞപ്പൊടിയാണ്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സാധാ മഞ്ഞപ്പൊടി അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുക. നമുക്ക് സ്ക്രബായിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് നല്ല രീതിയിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു ലെമണിൻ്റെ പകുതിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മൾ ഈ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് വെച്ച് നമ്മൾ നോസിൻ്റെ മുകളിൽ വെച്ചിട്ട് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒരു കട്ടി പോലെയാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്റ്റീം ചെയ്യിപ്പിക്കുക. ഇതേപോലെ സ്റ്റീം ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു സ്ക്രബൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് നിങ്ങൾ സ്ക്രബ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ ആവും. എന്നിട്ട് ഇതേപോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നോസിൻ്റെ മുകളിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ എരിച്ചിലോ അല്ലെങ്കിൽ ചെറിയ മുറിവ് പോലെ വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് ലൈറ്റായിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബിങ് ഒരു 5 മിനിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമൽ വെള്ളത്തിൽ അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഒരു മെത്തേഡിലേക്ക് വേണ്ട നമുക്ക് പഞ്ചസാരയാണ്. നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി നോക്കിയിട്ട് പഞ്ചസാര എടുക്കുക. അതിലേക്ക് ഒരു ലെമണിൻ്റെ പകുതി ജ്യൂസ് ഇതിലേക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈനോൻ്റെ പാക്കറ്റാണ്. അത് കുറച്ച് പൗഡർ ഇതിലേക്ക് ആക്കി കൊടുക്കുക. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പത പോലെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാര തരി അതിൻ്റെ ഒരു പതയും വെച്ച് നമ്മൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ല രീതിയിൽ ഒഴിവായി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ രീതിയിൽ മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് അതിങ്ങനെ പതഞ്ഞ് വരും. ഇതാണ് നമ്മൾ ആ ഒരു നോസിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റീം ചെയ്ത് കൊടുക്കുക. നമ്മൾ മൂക്കിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സ്റ്റീം ചെയ്യുമ്പോൾ ആ ഒരു പോൾസ് ഓപ്പൺ ചെയ്ത് കിടക്കും. അതിനുശേഷം വേണം നമ്മൾ എന്താണോ നമ്മൾ സ്ക്രബായിട്ട് എടുക്കുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റീം ചെയ്ത് കൊടുക്കുക. പൊള്ളി പോകരുത്, കുറച്ചൊന്ന് വിട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പാക്ക് ഇതേപോലെ നമ്മൾ നോസിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പഞ്ചസാര തരിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. നമ്മൾ ഇതിനൊക്കെ ആഡ് ചെയ്യുന്നതിനെ കൊണ്ടും അതുപോലെ തന്നെ പഞ്ചസാരേൻ്റെ ആ ഇതും വരുന്നതിനെ കൊണ്ടും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് റബ്ബ് ചെയ്യരുത്, ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ് റബ്ബ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. നമ്മളിപ്പോൾ പറഞ്ഞ 3 മെത്തേഡ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.